എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ മടിയുണ്ടെന്ന് നമ്മൾ സ്വയം ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപേ നമ്മുടെ കുട്ടിയിൽ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട, ഒബ്സർവ് ചെയ്യേണ്ട 5 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടിക്ക് ശരിയായ വിധത്തിൽ മനസ്സിലാകുന്നുണ്ടോ? അവന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ മിക്കവാറും കുട്ടികൾ അത്തരത്തിലുള്ള ടാസ്കുകൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. ഇപ്പോൾ കുട്ടിക്ക് ലേൺ ഡിഫിക്കൽറ്റിയോ ലേൺ ഡിസബിലിറ്റിയോ അങ്ങനെയുള്ള ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് അറ്റൻഷൻ എങ്ങനെയാണ്? പഠിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് ശ്രദ്ധ നഷ്ടപ്പെടുന്നുണ്ടോ? ഇനി ഇതല്ല നമ്മളൊരു ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുത്തിട്ട് അത് പൂർണ്ണമായിട്ട് കുട്ടിക്ക് കേൾക്കാനും അതുപോലെ അതിനെ റെസ്പോണ്ട് ചെയ്യാനും സാധിക്കുന്നുണ്ടോ? അതുപോലെ കുട്ടിക്ക് ഒരു ടാസ്ക് തുടങ്ങാൻ ബുദ്ധിമുട്ടുണ്ടോ? പഠിക്കണം എന്നൊക്കെ കുട്ടിക്ക് അറിയാം. പക്ഷേ ഇത് എവിടെ തുടങ്ങണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ധാരണ കിട്ടുന്നില്ല. കൺഫ്യൂസ്ഡ് ആകാം. ഇതൊരു പക്ഷേ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ഡിഫിക്കൽറ്റിയുടെ ഭാഗമായിരിക്കും. കൂടാതെ കുട്ടിയുടെ കോൺഫിഡൻസിൻ്റെ കാര്യം, സെൽഫ് കോൺഫിഡൻസ് കുറവുള്ള ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ ഏത് ടാസ്ക് കൊടുക്കുമ്പോഴും ആ കുട്ടിയുടെ മനസ്സിൽ വരുന്നുണ്ടാവും ഒരു പരാജയ ഭീതിയായിരിക്കും. എനിക്ക് ചെയ്യാൻ കഴിയുമോ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം നമ്മൾ ആദ്യം ഇവിടെ ചെയ്യേണ്ട കാര്യം ആ കുട്ടിയുടെ ഇന്നർ മോട്ടിവേഷൻ, ഇൻട്രൻസിക് ആയിട്ടുള്ള മോട്ടിവേഷൻ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രോപ്പറായി സ്ലീപ്പ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്ലീപ്പ് കുറവുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ അറ്റൻഷൻ, അലേർട്ട്നെസ്, ലേണിംഗ് ഈ ഒരു ഏരിയനൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. സോ മിനിമം ഇങ്ങനെയുള്ള ഏരിയാസ് എങ്കിലും നമ്മളൊന്ന് ചെക്ക് ചെയ്യുക.